find the eigenvalues of the matrix A is equal to 1, 2, 0, 3. What are the eigenvalues of A square and A inverse without using its characteristic equation? അതാണ് പറഞ്ഞേക്കുന്നത്. So A എന്താണ് തന്നേക്കുന്നത്? That is 1, 2, 0, 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണം. സോ വാട്ട് വി ഹാവ് A മൈനസ് ലാംഡ I. A മൈനസ് ലാംഡ I എന്ന് പറയുന്നത് എന്താ? 1, 2, 0, 3 മൈനസ് ലാംഡ 0, 0 ലാംഡ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ 2, 0, 3 minus lambda. So what is its determinant? Determinant എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? 1 minus lambda into 3 minus lambda minus 0 എന്ന് വരും. So we are having, therefore lambda എന്താണ്? Lambda is 1, 3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂസ് കിട്ടി 1ഉം 3ഉം ആണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? എ സ്ക്വയറിൻ്റെയും എ ഇൻവേഴ്സിൻ്റെയും ഐഗൺ വാല്യൂസാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എയുടെ ഐഗൺ വാല്യൂ ലാംഡ ആണെങ്കിൽ എ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ആണ്. ആൻഡ് എയുടെ ഐഗൺ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഇൻവേഴ്സ് ആണ്. ദർഫോർ നമുക്ക് എന്ത് പറയാം? ഐഗൺ വാല്യൂസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1, 9 ആണ്. ആൻഡ് ഐഗൺ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ് എന്താണ്? 1, 1/3 ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോബ്ലം ഇസ് സോൾവ് ദി ഫോളോയിങ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്ത് വേണം? എ എക്സ് ഇസ് ഈക്വൽ ടു ബി ഫോം വേണം. എ എന്താണ്? എ ഇസ് 1, 2 minus 1, 1, 2 minus 1, 3 minus 1, 2, 3 minus 1, 2, 2 minus 2, 3, 2 minus 2, 3. And what is B? B എന്താണ്? That is 3, 1, 2. Okay. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എങ്ങനെ എഴുതാം? This is 1, 2 minus 1, 3, 3 minus 1, 2, 1, 2 minus 2, 3, 2. ഇതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. എന്താ വേണ്ടത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ്ഡ് എക്ലൺ ഫോമിലേക്ക് മാറ്റണം. സോ ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ് പിവട്ട് 1. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 0 ആക്കണം. അതിനെ 0 ആക്കണമെങ്കിൽ വി ആർ യൂസിങ് ദ ട്രാൻസ്ഫോർമേഷൻ R2 ഗിവിങ് R2 മൈനസ് 3R1. സോ R1 എന്താണ്? R1 is 1, 2 minus 1, 3 ആണ്. R2 എന്താ? 3 മൈനസ് 1, 2, 1 ആണ്. സോ വാട്ട് ഇസ് 3R1? 3R1 എന്ന് പറയുന്നത് എന്താ? 3, 6 മൈനസ് 3, 9 ആ അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് 3 മൈനസ് 3, 0, മൈനസ് 1 മൈനസ് 6 മൈനസ് 7 കിട്ടി. ഇതെന്താണ്? ദാറ്റ് ഇസ് 5 ആൻഡ് മൈനസ് 8. അപ്പോൾ നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായി? ദിസ് ഇസ് 1, 2 മൈനസ് 1, 3, 0 minus 7, 5 minus 8, then 2 minus 2, 3, 2, 2 minus 2, 3, 2. Okay, I just have one thing. ഇത് ആക്ച്വലി ഒരു റിപ്പീറ്റഡ് പ്രോബ്ലം ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് സെയിം പ്രോബ്ലം. സോ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. സോ ഐ എം ഗോണ സ്കിപ്പ് ഇറ്റ് നൗ. ഇത് സെയിം നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രീവിയസ്ലി. ഒരു റിപ്പീറ്റഡ് പ്രോബ്ലം എക്സ്ട്രാ വന്നതാണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ്? Find the matrix of transformation that diagonalize the matrix A is equal to -5, 2, 2, -2. അപ്പോൾ പിയും ഡിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ എ തന്നേക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് -5, 2, 2, -2. ആദ്യം തന്നെ എന്ത് വേണം? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ വി വോണ്ട് എ മൈനസ് ലാംഡ ഐ. അതെന്താ വരിക? ഇറ്റ് ഈസ് -5 മൈനസ് ലാംഡ 2, 2 -2 മൈനസ് ലാംഡ എന്ന് വരും അല്ലേ? സോ വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ? ദിസ് ഈസ് -5 മൈനസ് ലാംഡ ഇൻറ്റു -2 മൈനസ് ലാംഡ -4 എന്ന് വരും. സോ ദിസ് ഈസ് മൈനസ് ഓഫ് 5 പ്ലസ് ലാംഡ ഇൻറ്റു മൈനസ് ഓഫ് 2 plus lambda minus 4 എന്ന് വരും. That is 5 plus lambda into 2 plus lambda minus 4. So we have the determinant
a minus lambda I is equal to lambda square plus 7 lambda plus 10 minus 4 is equal to lambda square plus 7 lambda plus 6 എന്ന് വരും. So we want lambda square plus 7 lambda plus 6 is equal to 0. ഇതാണ് എന്ത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക? We can see solution എന്താണ്? This is lambda is equal to minus 7 plus or minus root of b square minus 4ac by 2a. So this is minus 7 plus or minus root of 49 minus എന്താണ് 24 അല്ലേ by this is 1 2. So this is minus 7 plus or minus root 25 by 2. So that is minus 7 plus or minus 5 by 2. So lambda 1 എന്ന് പറയുന്നത് എന്താണ് minus 7 minus 5 by 2 that is minus 6 and lambda 2 എന്ന് പറയുന്നത് minus 7 plus 5 by 2 that is minus 1. So നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടി minus 6ഉം minus 1ഉം. ഇനി നമുക്ക് എന്താ വേണ്ടത്? We want to find the eigen vectors. ഐഗൺ വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് എ മൈനസ് ലാംഡ ഐ? എ മൈനസ് ലാംഡ ഐ എന്തായിരുന്നു? minus 5 minus lambda 2 2 minus 2 minus lambda ആയിരുന്നു അല്ലേ? സോ ലാംഡ ഈക്വൽ ടു minus 6 വരുന്ന കേസിൽ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു വി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താ കിട്ടുക? ദിസ് ഇസ് minus 5 plus 6 2 2 minus 2 plus 6 എന്ന് വരും. v1 v2 is equal to 0 0. That is 1 2 2 4. v1 v2 0 equal to 0 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? v1 plus 2v2 equal to 0 എന്ന് വരും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 2v2 plus 4 2v1 plus 4v2. അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ v1 എന്ന് പറയുന്നത് minus 2v2 എന്ന് കിട്ടി. സോ v2 ഈക്വൽ ടു 1 എടുത്താൽ v1 എന്താണ്? minus 2 ആണ്. ദർഫോർ v എന്ന് പറയുന്നത് എന്താ? minus 2 1. ഇതാണ് ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. നൗ വാട്ട് അബൌട്ട് ലാംഡ ഈക്വൽ ടു minus 1 വരുന്ന കേസിൽ അല്ലേ? ലാംഡ minus 6ഉം minus 1ഉം ആയിരുന്നു. അപ്പോൾ ലാംഡ minus 1 വരുന്ന കേസിൽ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു വി എന്ന് പറയുന്നത് എന്തായിരുന്നു? ദിസ് വാസ് minus 5 plus 1 2 2 minus 2 plus 1 ഇൻറ്റു v1 v2 is equal to 0 0 ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? minus 4 2 2 minus 1 എന്ന് കിട്ടി. v1 v2 is equal to 0 0. അപ്പോൾ ഇതിൽ സെക്കൻഡ് റോ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്താ? 2v1 is equal 2v1 minus v2 equal to 0. 2v1 is equal to v2 എന്ന് കിട്ടി. അപ്പോൾ v1 equal to 1 എടുത്തു കഴിഞ്ഞാൽ v2 എന്തായി? 2y. അപ്പോൾ നമ്മുടെ v എന്ന് പറയുന്നത് എന്താണ്? 1 2. ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റർ. അപ്പോൾ p എന്ന് പറയുന്നത് എന്താണ്? p എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്തേക്കുന്നത്? ഐഗൺ വെക്റ്റേഴ്സിനെ കോളം വൈസ് എഴുതിയാൽ മതി. സോ ഇറ്റ് ഈസ് minus 2 1 and 1 2. ഇതാണ് നമ്മുടെ p എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് അവർ d? d is minus 6 0 0 minus 1. Okay. Now next problem is determine the rank of this matrix 1 1 1 1 2 3 1 2 5. Okay, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. So we are having a is equal to 1 1 1 1 2 3 1 2 5. Okay. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? റോ എക്കലൻ ഫോം എടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈസി മെത്തേഡ് ഇസ് നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് തന്നെ എഴുതാം. സോ ഐ എം സിംപ്ലി വോണ്ട് ചെക്ക് വാട്ട് ഈസ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ്. സോ ഡിറ്റർമിനൻ്റ് എന്താ വരുന്നത്? 1 ഇൻറ്റു 10 മൈനസ് 6 മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 3 plus 1 into 2 minus 2 എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 4 minus 2 plus 0. ദിസ് ഇസ് 2 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എ ഇസ് നോൺ സിംഗുലർ. നോൺ സിംഗുലർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിച്ച് ഇംപ്ലൈസ് ഓൾ റോസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്
3 ആണ് total number of rows. Now next problem is, if 2 is an eigenvalue of 3 minus 1 1 minus 1 5 minus 1 1 minus 1 3 without using its characteristic equation, find the other eigenvalues എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന മെട്രിക്സ് എന്താണ്? 3 മൈനസ് 1 1 മൈനസ് 1 5 മൈനസ് 1 1 മൈനസ് 1 3 ആ. ഓക്കെ, അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ലാംഡ ഈക്വൽ ടു 2 ഇസ് എൻ ഐഗൺ വാല്യൂ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സം ഓഫ് ഐഗൺ വാല്യൂസ് ഇസ് ഈക്വൽ ടു trace of A, product of eigenvalues is equal to determinant of A. Okay, so what is, so let lambda 1, lambda 2, lambda 3 be the eigenvalues, where lambda 1 is equal to 2. Then നമുക്ക് എന്തുണ്ട്? ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഉണ്ട്. ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. സോ വാട്ട് ഇസ് ട്രേസ് ഓഫ് എ? ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഈ കേസിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? 3 പ്ലസ് 5 പ്ലസ് 3, ദാറ്റ് ഈസ് 11. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 11 ആണെന്ന് കിട്ടി. വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ? ദാറ്റ് ഈസ് 3 മൈനസ് 1 1 3 മൈനസ് 1 1 മൈനസ് 1 5 മൈനസ് 1 1 മൈനസ് 1 3 ആണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 15 മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് 3 plus 1 plus 1 into 1 minus 5. So this is 3 into 14 plus minus 2 minus 4. So this is equal to 14 into 3 എന്ന് പറയുന്നത് എന്താണ്? That is 2 balance 1 42 minus 6 എന്ന് വരും, which is equal to 36. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എന്ത് കിട്ടി? 36 ആണെന്ന് കിട്ടി. സോ വി ആർ ഹാവിങ് ദാറ്റ് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 ഇസ് 11, ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 ഇസ് 11 ആൻഡ് 36. സോ ലാംഡ 1 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 ഇസ് 11. സോ ലാംഡ 2 പ്ലസ് ലാംഡ 3 എന്ന് പറയുന്നത് 11 മൈനസ് 2 9 ആണെന്ന് കിട്ടി. നൗ 2 into lambda 2 into lambda 3 is 36. So lambda 2 into lambda 3 എന്ന് പറയുന്നത് എന്താ? 36 by 2 ആണ്, that is 18. Now lambda 2 അപ്പോൾ എങ്ങനെ എഴുതാം? This can be written as 9 minus lambda 3. Substituting here lambda 2, okay, ഈ ഒരു ഫോമുല ചെയ്യുമ്പോൾ 9 minus lambda 3 into lambda 3 എന്ന് പറയുന്നത് 18 ആണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ലാംഡ 3 സ്ക്വയർ പ്ലസ് 9 ലാംഡ 3 എന്ന് പറയുന്നത് 18 ആണെന്ന് കിട്ടി. സോ വി ആർ ഹാവിങ് മൈനസ് ലാംഡ 3 സ്ക്വയർ പ്ലസ് 9 ലാംഡ 3 മൈനസ് 18 ഇസ് ഈക്വൽ ടു 0. ഒന്ന് നെഗറ്റീവ് എടുക്കുമ്പോഴോ? ലാംഡ 3 സ്ക്വയർ മൈനസ് 9 ലാംഡ 3 പ്ലസ് 18 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വേണം? ലാംഡ 3 കണ്ടുപിടിക്കണം. സോ വാട്ട് ഇസ് ലാംഡ 3? മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ ദിസ് ഇസ് 9 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 81 മൈനസ് 4 ഇൻറ്റു 18 എന്താ വരിക? ദാറ്റ് ഇസ് 32 ബാലൻസ് 3 72 ബൈ 2. സോ ദിസ് ഇസ് ഈക്വൽ ടു 9 പ്ലസ് ഓ മൈനസ് റൂട്ട് 9 ബൈ 2 എന്ന് വരും. സോ വാട്ട് ഇസ് ലാംഡ 3? ദിസ് ഇസ് 9 പ്ലസ് ഓ മൈനസ് 3 ബൈ 2. സോ ദാറ്റ് ഇസ് ലാംഡ 3ക്കുള്ള രണ്ട് പോസിബിൾ ലാംഡ 3ക്ക് രണ്ട് പോസിബിൾ വാല്യൂസ് ഉണ്ട്. എന്താണ് വരുന്നത്? സോ ദിസ് ഇസ് 9 പ്ലസ്
3, that is 12 by 2 വരും, 9 minus 3 6 by 2 വരും. So this is 6 and 3. Okay. അപ്പോൾ lambda 3 6 ആണെങ്കിൽ lambda 2 എന്താ വരിക? 9 minus lambda 3 എന്ന് പറയുന്നത് 3 വരും. ആൻഡ് lambda 3 3 ആണെങ്കിൽ lambda 2 എന്ന് പറയുന്നത് 6 വരും. Therefore the eigen values are എന്താ വരുന്നത്? That is 2, 3 and 6. This is the final answer.